ഇന്ന് നല്ല സൂപ്പർ ടേസ്റ്റിൽ പാൻ ഫ്രൈഡ് നൂഡിൽസ് ഉണ്ടാക്കി. ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് നൂഡിൽസ് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു പാത്രത്തിൽ നിറയെ വെള്ളം വെച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള നൂഡിൽസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നൂഡിൽസ് ഇങ്ങനെ നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നൂഡിൽസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് പാത്രം മൂടി വെച്ചിട്ട് ഒരു 3 മിനിറ്റ് നേരം വയ്ക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തീ ഓഫ് ചെയ്തിട്ട് മൂടി വെച്ചു. ഇനി ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ കണ്ട, ഇനി തീ ഓണാക്കേണ്ട ആവശ്യമൊന്നുമില്ല, കറക്റ്റ് വേവായിരിക്കും. ഇനി ഇത് നമുക്ക് വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കണം. ഒരു അരിപ്പയിൽ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കാം. വെള്ളം ഊറ്റിയെടുത്തതിന് ശേഷം നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ പിന്നെ നൂഡിൽസ് കൂടുതലായിട്ട് വെന്ത് പോവില്ല. തണുത്ത വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നൂഡിൽസ് ഒന്നിനൊന്നും ഒട്ടാണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഈ നൂഡിൽസ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും എണ്ണ നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. എണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. നൂഡിൽസ് നല്ല പരത്തിയിട്ടിട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഫോർക്ക് വെച്ചിട്ട് ഒന്നിങ്ങനെ പരത്തി കൊടുത്താൽ മതി. അതിന് ശേഷം തീ നല്ല ഫുള്ളിലിട്ടിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് പാൻ ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് അടി മൊരിഞ്ഞ് കിട്ടും. ഒരു 2 മിനിറ്റൊക്കെ വെച്ചാൽ മതി. അടിവശം നന്നായിട്ടൊന്ന് മൊരിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിടാം. വലിയ കുക്കുമാരൊക്കെ ആണെങ്കിൽ ഈ പാൻ കൊണ്ട് തന്നെ അങ്ങോട്ട് മറിച്ചിടും. ഞാനിപ്പോൾ ഒരു സ്പാറ്റുലയും ഒരു ഫോർക്കും വെച്ചിട്ട് ഇങ്ങനെ മറിച്ചിടുകയാണ്. അങ്ങനെ മറിച്ചിട്ടാലും മതി. ഇപ്പോൾ കണ്ട, ഈ സൈഡ് ഒന്ന് കളറ് മാറി വന്നിട്ടുണ്ട്. ഇതേപോലെ എല്ലാം അങ്ങനെ മറിച്ചിട്ടിട്ട് വീണ്ടും പരത്തി വയ്ക്കാം. മറ്റേ സൈഡും നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ പരത്തി വെച്ചിട്ട് പാൻ ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നേരം വെച്ചാൽ മതി. ഇപ്പോൾ 2 മിനിറ്റ് നേരമൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ സെർവ് ചെയ്യാൻ പോണത് അതേ പാത്രത്തിലേക്ക് തന്നെ നമുക്കിത് മാറ്റാം. അപ്പോൾ ഞാൻ കുറച്ച് വലിയൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് മാറ്റാണ്. നന്നായിട്ടൊന്ന് പരത്തി വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട പച്ചക്കറികളൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. സോസ് ഇതെല്ലാം കൂടിയിട്ട് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ട് ചൂടാവുമ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടാവുമ്പോൾ കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി. അപ്പോൾ ഇഞ്ചി കുറച്ചും വെളുത്തുള്ളി കൂടുതലായിട്ട് വേണം. പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, എല്ലാം ചെറുതായിട്ട് അരിഞ്ഞത് തന്നെയാണ്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒന്ന് വഴണ്ടി വരുമ്പോൾ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് ഭാഗം ഉണ്ടല്ലോ, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം ഒന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം. പച്ചക്കറികൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടത്തിനുള്ള എല്ലാ പച്ചക്കറികളും ചേർത്ത് കൊടുക്കാം. കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്, ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ ബ്രൊക്കോളി, ബോക് ചോയ് അത് വെറുതെ റഫായിട്ടൊന്ന് കട്ട് ചെയ്യാണ്. അത് പച്ചക്കറികളൊക്കെ കുറച്ച് വലുതാക്കി തന്നെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. ഇതിലേക്ക് വേണമെങ്കിൽ മഷ്റൂം ചേർത്ത് കൊടുക്കാം, ബേബി കോൺ, അങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഒന്ന് തീ ഫുള്ളിലിട്ടിട്ട് ഇളക്കി കൊടുത്താൽ മതി. പച്ചക്കറികളൊന്നും ഒരുപാട് വെന്ത് പോകണ്ട. അപ്പോൾ ഒന്ന് ഇതേപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നൂഡിൽസിലൊക്കെ ഈ പച്ചക്കറികളൊക്കെ ഒന്ന് കടിക്കണ പോലെ ഉണ്ടാവണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ആവശ്യത്തിനുള്ള ഉപ്പ് അതുമാതിരി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് സോസസൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഡാർക്ക് സോയാ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ലൈറ്റ് സോയാ സോസ് ഉണ്ടെങ്കിൽ അതും കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, 1/2 ടീസ്പൂൺ വിനാഗിരി, 1 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ നമ്മൾ സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ, ഇതെല്ലാം കൂടിയിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ സോസസൊക്കെ പച്ചക്കറികളിലൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ചിട്ട് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ ഗ്രേവി കുറച്ചൊന്ന് തിക്കാവാൻ വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ ഗ്രേവി നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരും.
കണ്ട ഗ്രേവി നല്ല തിക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പൊക്കെ നോക്കി കൊടുക്കുക. എന്തെങ്കിലും കുറവ് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ സോസസോ അതുപോലെ തന്നെ ഉപ്പോ അല്ലെങ്കിൽ വിനാഗിരിയോ എന്തെങ്കിലും കുറവ് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കെല്ലാം കറക്റ്റാണ്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണ നൂഡിൽസിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കുമായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ സോസസും അതുമാതിരി പച്ചക്കറിയും എല്ലാം കൂടിയിട്ട് മിക്സ് ആയിക്കോളും. മേലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തി വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ സെർവ് ചെയ്യണ സമയത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് സെർവ് ചെയ്താൽ മതി. നൂഡിൽസൊക്കെ എപ്പോഴും നല്ല ചൂട്ടോടു കൂടെ തന്നെ കഴിക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. ശരിക്കും നല്ല നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കണ അതേ ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം.